അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈദ് വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അന്നത്തെ ദിവസം എടുത്ത കുറച്ച് ക്ലിപ്പുകൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ മോനെ വിളിക്കാൻ വന്നിട്ടാണ്. നല്ല രാവിലെ അല്ല, ഒരു നിസ്കരിക്കാൻ പോകേണ്ട സമയമാകുമ്പോഴാണ് വിളിക്കാൻ വന്നേ. അപ്പം ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സേമിയ പായസം അവിടെ അടുപ്പിലുണ്ട്, അതുപോലെ തന്നെ ബിരിയാണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്, പിന്നെ സലാഡ് അങ്ങനെയൊക്കെ തൈര് ഇതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പാട്ടത്. അപ്പം ചെറിയ മോൻ ഇവിടെ ഉറങ്ങിക്കൊണ്ടുണ്ട്. മോൻ അവിടെ എണീച്ച് റെഡിയാക്കി പള്ളിയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാരപ്പം. അതിന് ശേഷമാണ് ഞാൻ കുളിക്കാനൊക്കെ പോയ സമയത്താണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഫുൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, കുറച്ച് ലെങ്ത്തിൽ തന്നെ. അപ്പോൾ തലേന്നത്തെ നോമ്പെടുത്തിട്ട് ഫുൾ സീന് ഭയങ്കര ഡാർക്കായിരുന്നു. എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഛർദിയും അതുപോലെ തന്നെ വയറിന് തീരെ സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചതേ ഉള്ളൂ. പക്ഷേ ലെവലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ചു. പിള്ളേരൊക്കെ കുളിച്ചിട്ട് നിസ്കരിക്കാൻ ഉപ്പാരപ്പുറം അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പിരിച്ചു. ഇനി ഞങ്ങൾ നിസ്കരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്നൊക്കെ എല്ലാവരും വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ, പിന്നെ ഉപ്പ, അനിയൻ്റെ ഭാര്യ, മക്കൾ എല്ലാവരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ബിരിയാണി കഴിക്കുന്നത്. രാവിലെ നാസ്തയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് കുറുമയായിരുന്നു രാവിലെ നാസ്തയ്ക്ക് ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഉച്ചക്കാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്, കാരണം എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ മക്കളൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് എണീച്ചു. ഉമ്മ എല്ലാവരും ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. പിന്നെ തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. തലേന്നത്തെ ക്ഷീണവും പിന്നെ വയറിന് പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇക്കാരെ വീട്ടിലേക്ക് പോയതിന് ശേഷം വൈകുന്നേരം തന്നെ തിരിച്ചു വന്നു. ഇത്രയും ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അധികം വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.